തത്സത്. ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണം. ഇന്ന് ദശമസ്കന്ധത്തിലെ 90-ാമത്തെ അധ്യായം. ഭഗവാന്റെ യദുകുല സംഗ്രഹമാണ്. ഭഗവാൻ തന്നെ തൻ്റെ കുലത്തെ ഇല്ലാതാക്കുന്ന ഭാഗമാണ്. അവർ മുനീശ്വരന്മാരുടെ ശാപം മൂലം ബ്രാഹ്മണന്മാർക്ക് തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ബ്രാഹ്മണന്മാരെ പരീക്ഷിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മക്കൾ ഒരുങ്ങുകയും അവർക്ക് ശാപം ലഭിച്ച് അവർക്ക് ഉന്മൂലനാശം ഉണ്ടാകുന്ന ഭാഗമാണ്. ഭഗവാൻ തന്നെ തൻ്റെ കുലം നിലനിന്നാൽ അത് ഭൂമിക്ക് ഭാരമാകും, ഭൂമിയുടെ ഭാരം തീർക്കാനാണ് ഞാൻ അവതരിച്ചത് എന്ന് അറിഞ്ഞുകൊണ്ട് തൻ്റെ കുലത്തെ തന്നെ ഭഗവാൻ ഇല്ലാതാക്കുന്ന ഭാഗമാണ് ശ്രീമദ് മഹാഭാഗവതത്തിലെ 90-ാമത്തെ അധ്യായം. ഈ അധ്യായത്തോടുകൂടി ഈ ദശമസ്കന്ധം സമാപിക്കുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവി ഭവി യദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. ഓം തത്സത്. ശ്രീമദ് ഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ജന്മാദസ്യ ദുന്യയാദിതരതശ്ചാക്ലേശ വിജ്ഞസ്വരാ തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ ധാമ്നാസേന സദാ നിരസ്തമോഹം സത്യം വരം ധീമഹി സത്യം വരം ധീമഹി. ധർമ്മപ്രോഷിതൈതഗോത്രപരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിംവാവരീശ്വര സദ്യോ ഹൃദ്യവരുത്രനേത്രമൃദുഭി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം വിപദ ഭാഗവതം രസമാലയം മുഹുരഭൂരസികാ ഭുവിഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 90-ാമത്തെ അധ്യായം. ഓം. യദുവംശ സംഗ്രഹം. ശാപമുണ്ടാകാനുള്ള കാരണം അതൊക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഓം തത്സത്. അത ദശമസ്കന്ധ നവതിതമോധ്യായഃ. ശ്രീശുകോ ഉവാച. ശ്രീശുക ഉവാച. സുഖം സ്വപുര്യാം നിവസൻ ദ്വാരകായാം ശ്രിയപദി സർവസമ്പൽ സമൃദ്ധായാം ദുഷ്ടായാം വൃഷ്ണിപുംഗവൈ. നമോ ഭഗവതേ വാസുദേവായ. ശ്രീവിശ്വോത്തമവേഷാവി നവയൗവനകാന്തിഭിः കന്ദുകാദിഭിർഹർമ്മേഷു കിടന്തീവിടസ്ഥളിഭിः. നിത്യം സങ്കുലമാർഗായ മദച്ചുദ്ഭിർമദംഗജൈ സ്വരംഗൃതൈർഭടൈരിഷി യഥേശ്ചർക്കനഗോജ്ജലൈ. ദ്വാരകയുടെ സമ്പൽ സമൃദ്ധിയാണ് വിവരിക്കുന്നത്. അത്രയ്ക്കും മനോഹരവും സമ്പൽ സമൃദ്ധവും ലക്ഷ്മി ദേവിയുടെ ഭഗവാൻ
ഭഗവാന്റെ കടാക്ഷത്തിന്റെ മൂർധന്യത്തിലുള്ള സ്ഥലമാണ് എന്ന് പറയുകയാണ്. ഉദ്യാനോപവനാഢ്യായാം പുഷ്പിതദ്രുമദാദിഷു നിർവിശദൃംഗവിഹരേ നാദിതായാം സമന്തത. രേമേ ഷോഡശസഹസ്ര പത്നീനാം ഏകവല്ലഭ താവദ്വിചിത്രരൂപോऽസൗ തദ്ഗൃഹേഷു മഹർദിഷു. പ്രോത്ഫുല്ലോത്പലകൽഹാര കുമുദാംഭോജരേണുഭിः വാസിതാമലതോ യേഷു കൂജദ്വിജകുലേഷു ച. വിജഹാര വിഗാപാംബോ ഹൃദിനീഷു മഹോദയ കുജകുങ്കുമലിപ്താംഗ പരിരബ്ധശ്ച യോഷിതാം. ഉപഗീയമാനോ ഗന്ധർവൈ മൃദംഗപണവാനകൻ വാദീദ്ഭിർമുദാ വീണ ശ്രുതമാഗധവന്ദിഭിः. ചിത്യമാനോച്യുതസ്ഥാഭിർ ഹസന്തീഭിः സ്മ രേജകൈ പ്രതിസിഞ്ചൻ വിജിക്രീഡേ യക്ഷീഭിരക്ഷരാജിവ. അത്രയും മനോഹരമായ സ്ഥലത്ത് എല്ലാവരും വളരെ സന്തോഷമായി എപ്പോഴും നൃത്തങ്ങളും വാദ്യങ്ങളും ഒക്കെയായിട്ട് കഴിയുന്നു എന്നാണ് പറയുന്നത്. താക്ലിന്ന വസ്ത്രവിവൃതോ കുജപ്രദേശ സിഞ്ചിന്ദ്രിയ ഉദ്ധൃതപരപ്രസൂന കാന്തം സ്മരേചകജഗരീശയോപഗുഹ്യ ജാതസ്മരോത്സവലസദ്വദനാവിനേജു. കൃഷ്ണസ്തുതസ്തന വിഷജ്ജിതകുങ്കുമസ്തീഹാഭിഷംഗതുതകുന്തളവൃന്ദഗന്ധ സിഞ്ചന്മൂനിവദ്വിപ്രതിചിച്യമാനോ രമേ കരേണുഭിരിദേവപരിപരീത. നടാനാം നർത്തകീനാം ച ഗീതാവാദ്യോപജീവിനാം ക്രീഡാലങ്കാരവാസാംസി കൃഷ്ണോദാത്യസ്യ ച സ്ത്രിയഃ. കൃഷ്ണസ്യൈവം വിഹരതോ ഗത്യാലാപേചിതസ്മിതൈ നർമ്മക്ഷേളി പരിശൃംഗേ ശ്രീനാം കില ഹൃദാദ്യ. പൂജം മുകുന്ദൈകധിയോ വിരത്പുന്മത്തവജ്ജടം ചിന്തയന്ത്യോ അരവിന്ദാക്ഷം അനിമേകതദസ്സുണു. महिष्यौजु कुररिविलपसि त्वं नीतनिद्रानशेषे स्वपिति जगदिरात्र्याम् ईश्वरो भूतबोधः. वयमिव सहि कच्चित् गाढनिर्भिन्नचेता नलिननयनसहासोदा ललीक्षे लेक्षी तेन. ഭഗവാന്റെ കൂടെയുള്ള ജീവിതം അദ്ദേഹത്തിന്റെ ഭാര്യമാർ പരസ്പരം വിവരിക്കുകയാണ്. നേത്രേ നിമീലയസി നക്തമദൃഷ്ടബന്ധു തം ജോരവീശി കരുണം പദചക്രവാഗി ദാസ്യം ഗതാ വയമിവാച്യുതപാദജുഷ്ടാം കിം വാസജം ഹൃദയസേ കരേണ ഗോഡും. ഭോഗോ സദാ നിഷ്ഠനസേ ഉദ്ധ്വനൻ അലബ്ധനിദ്രോദിഗതപ്രജാഗര കിവാ മുകുന്ദാവഹൃദാത്മലാഞ്ചന പ്രാപ്തം ദശം ത്വം ജഗദോ ദുരത്യയാ. तं लक्ष्मणा बलवसादि बलवदासि गृहीत इन्दो क्षीणस्तमो न निधनीदिति भीक्षिणोषि कच्चिन्मुकुन्दगदितानि यथा वयं त्वं विस्मृत्य भो स्थलित गीरुपलक्ष्यसेना. किन्त्वाचरितमस्माभिः मलयानि रते प्रियं गोविन्दापाङ्गनिर्भिन्ने हृदीरयसि न स्मरम्. मेघश्रीमस्तमसितैदो यादवेन्द्रस्य नूनं श्रीवत्साङ्गं वयमिव भवन्ध्यायि प्रेमबद्ध अत्युत्कण्ठशबलहृदयस्मि विधो बाष्पधारा स्मृत्वा स्मृत्वा विसृजसि मुहुर्दुःखस्तत्प्रसङ्ग. ഓം ശ്രീകൃഷ്ണായ നമഃ. മേഘശ്രീ ഭഗവാനെ വർണ്ണിക്കുകയാണ്. മേഘശ്രീമസ്തമസിതൈലോ യാദവേന്ദ്രസ്യ നൂനം ശ്രീവത്സാംഗം വയമിവ ഭവാൻ ധ്യായതി പ്രേമബദ്ധ അത്യുത്കണ്ഠശബലഹൃദയോ സ്മദ്വിധോ ബാഷ്പധാരാ സ്മൃത്വാ സ്മൃത്വാ വിസരസി മുഹുർദുഃഖതപ്തപ്രസംഗ. प्रियरामपदानि भाषसे मृतसञ्जीविगयानया गिरा हरवाणि किमद्य ते प्रियं वद मे वल्गितकण्ठकोकिला. ജലസി നവദസ്യുദാരബുദ്ധി ചിരിതരചിന്തയസി മഹാഗമർത്തം അഭിപദ വസുദേവനന്ദനാംഗ്രീം വയമിവ കാമയസേ സ്തനൈർവിദത്തും. ശുഷ്യദ്രദാകസിരാബദ്ധസിന്ധുപത്ന്യാ സംവൃത്യ പസ്തകമലസ്യ ഇഷ്ടവർത്തു യദ്വദ്വയം മധുപദേ പ്രണയാവലോകം അപ്രാപ്യ മുഷ്ടഹൃദയ പുരുഗസ്യ തസ്മാ. हंसस्वागतमास्यदां विभवयो मुख्यं ग शौर्ये कथां दूतं त्वां न विराम कच्चिदजिता
സ്വസ്ത്യാസ്ത ഉക്തം പുരാ കിം വാ നശ്ചല സൗഹൃദസ്മരതിതം കസ്മാത് ഭജാമോ വയം ക്ഷൗദ്രാലാപയ കാമദം ശ്രിയമൃതേ സൈവൈക ഇഷ്ടാസ്ത്രിയാം. ദേവിമാരൊക്കെ ഭഗവാന്റെ ഓരോ ദിവസവുമുള്ള ലീലകളൊക്കെ ഓർത്ത് പറയുകയാണ്. ഇതീദൃശേന ഭാവേന കൃഷ്ണേ യോഗീശ്വരേശ്വരേ ക്രിയമാണേന മാധവ്യോ പരമാം ഗതിം. സുതമാത്രോ വിയസ്ത്രീണാം പ്രസഹ്യാകർഷതേ മനഃ ഗുരുഗായോരുഗീതോ വാ പശ്യന്തീനം കുതഃ പുനഃ. യാസം വിരചരൻ പ്രേംണ പാദസംവാഹനാദിഭി ജഗദ്ഗുരും ഭർതൃബുദ്ധ്യാ താസാം കിം വർത്തതേ തപഃ. ഏവം വേദോദിതം ധർമ്മം അനുദിഷ്ടൻ സദാം ഗതിം ഗൃഹം ധർമാർത്ഥകാമാന മുഹുശ്ചാദർശയത്പദം. ആസ്ഥിതസ്യ പരം ധർമ്മം കൃഷ്ണസ്യ ഗൃഹമേധിനാം ആസൻ ഷോഡശസാഹസ്രം അഹിശ്ച ശതാധികം. താസാം ശ്രീരത്നഭൂതാനാം അഷ്ടോ യാ പ്രാഗുദാകൃതാ രുക്മിണീ പ്രമുഖാ രാജം തത്പുത്രാസ്ഥാനുപൂർവശഃ. ഭഗവാന് 10,100 ഭാര്യമാര്, അതോടുകൂടി 8 മുഖ്യ പത്നിമാർ, അതിൽ രുക്മിണി മുഖ്യം എന്ന് പറയുകയാണ്. അവർക്കെല്ലാം 10 പുത്രന്മാരും. ഏകൈകസ്യാം ദശദശ കൃഷ്ണോ ജീനതാത്മജാൻ യാവത്യ ആത്മനോ ഭാര്യ അമോഘഗതിരീശ്വര. തേഷാമുദ്ധാമവീര്യാണാം അഷ്ടാദശ മഹാരഥ ആസന്നുദാരയശസ്തേഷാം നാമാനി മേ ശൃണു. പ്രദ്യുമ്നശ്ചാനിരുദ്ധശ്ച ദീപ്തിമാൻ ഭാനുരേവ ച സാംബോ മധുർബൃഹദ്ഭാനു ചിത്രഭാനുർഗോരുണ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീ പുഷ്കരോ വേദ. ഓരോ മക്കളുടെയും പേര് പറയുകയാണ്, കുറച്ച് പേരുടെ. പുഷ്കരോ വേദ ബാഹുശ്ച ശ്രുതദേവ സുനന്ദന ചിത്രബാഹുർവിരൂപശ്ച കവിർനിഗൃഹയേവ ച. ഏതേഷാമപി രാജേന്ദ്ര തനുജാനം മധുദ്വിഷ പ്രദ്യുമ്നാസീത് പദ്മ സുത. സ രുക്മിണോ ദുഹിതരമുപയേമേ മഹാരഥ തസ്മാത് സുതോ അനിരുദ്ധോ പൂർണ്ണായ ഗായുധ ബലാന്വിത. ഓം ശ്രീകൃഷ്ണായ നമഃ. സാപി രുക്മിണപൗത്രീം ദൗഹിത്രോജഗൃഹേ തഥാ പ്രജസ്തസ്യാഭവദ്യസ്തു കൗസലാദവശേഷിത. പ്രതിബാഹുരതഭൂതസ്മാൻ സുബാഹുസ്തസ്യ ചാത്മജ സുബാഹോ ശാന്തസേനോ ഭൂച്ഛതസേനസ്ത്വതൽസുത. ന ഹേതസ്മിൻ കുലേ ജാത അധന അപകുപ പ്രജാ അല്പായുഷോ അല്പവീര്യാശ്ച അബ്രഹ്മണ്യാശ്ച യജ്ഞിരേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ വംശത്തെയാണ് ഈ അധ്യായത്തിൽ മുഖ്യമായിട്ട് പറയുന്നത്. യദുവംശം ഭഗവാന്റെ അത്രയ്ക്കും വിപുലമായ വംശം. അത് വജ്രൻ മാത്രം ബാക്കിയാകും. മുസലം അവശേഷിത എന്നാണ് ഈ 37ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ബാക്കി എല്ലാവരും ഇല്ലാതാകും എന്ന്. യദുവംശ പ്രസൂതാനാം പുംസാം വിഖ്യാത കർമ്മണാം സംഖ്യാനശക്തേ കർത്തും അഭിവർഷായുധേ നൃപ. തിസ്സഹോട്യസഹസ്രാണാം അഷ്ടാശീരിശതാനി ച ആസൻ യദുകുലാചാര്യം കുമാരാണാം വിനിസ്വതം. സംഖ്യാനം യാദവാനാം ക ഹരിഷ്യതി മഹാത്മനാം യത്രായുധാനാം അയുധ ലക്ഷേണാസ്തേ സാഹുക. അത്രയ്ക്കും അതിവിപുലമായിട്ടുള്ള കുടുംബമായി തീർന്നു. അത് ആപത്താണ് എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണ്. ദേവാസുരാവഹത ദൈത്യേയായേ സുധാരുണ തേജോത്പന്ന മനുഷ്യേഷു പ്രജാവൃത്താപവാദിനേ. തന്നിഗ്രഹായ ഹരിണ പ്രോക്താ ദേവായതോ കുലേ അവതീർണാകുലശതം തേഷാം ഏകാധികം നൃപ. തേഷാം പ്രമാണം ഭഗവാൻ പ്രഭുത്വേനാദവദ്ധരി ഏകാനുവർത്തിനസ്തസ്യ ബഹുസ്തുഃ സർവയാദവാ. ശയ്യാസടാനലാഭക്രീഡാസ്നാനാദികർമ്മസു ന വിദുസ്സന്തമാത്മാനം കൃഷ്ണയേ ചേതസ. തീർത്ഥം ചക്രേനുപോനം യദജനയദുഷു സ്വസ്സരിതപാദശൗചം വിദ്യുസ്നിഗ്ധാസ്വരൂപം ഈരജിതപരായതസ്തേന്യയത്ന. എന്നാമം മാംഗളഗ്നം സുതമധുമഗദിതം യത്കൃതോ ഗോത്രധർമ്മ
കൃഷ്ണസൈതന്യ ചിത്രം തിരുവരഹരണം കാലചക്രായുധസ്യ. ഓം ശ്രീകൃഷ്ണായ നമഃ. ജയതി ജനനിവാസോ ദേവകീ ജന്മപാദോ യദുവരപരിഷത്സൈർദോഭിരസ്യജ്ഞധർമ്മം സ്ഥിരജനവൃജിനഗ്ന സുസ്മിതശ്രീമുഖേന പ്രജപുരവനിതാനാം വർദ്ധയൻ കാമദേവം. ജയതി ജനനിവാസോ ദേവകീ ജന്മപാദോ യദുവരപരിഷത്സൈർദോഭിരസ്യജ്ഞധർമ്മം സ്ഥിരജനവൃജിനഗ്ന സുസ്മിതശ്രീമുഖേന പ്രജപുരവനിതാനാം വർദ്ധയൻ കാമദേവം. ഇത്തം പരസ്യ നിജവന്മതിരക്ഷയാത്മാ ലീലാതനോസ്തനുരൂപവിദംബനാനി കർമാണി കർമ്മകഷണാനി യദുത്തമസ്യ ശ്രീയാതമുഷ്യ പദയോരനുവൃത്തിമിച്ഛൻ മർത്യാസ്തയാനുസവസ്മേതിദയാ മുകുന്ദ ശ്രീമത്കഥാശ്രവണകീർത്തന ചിന്തയേതി തദ്ധാമനുസ്മരകൃതാജവഭവദ്ഗം ജപാപവർഗം ഗ്രാമാർദ്ദനം ചിരികുജോതി യയുര്യതഥാ. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാദ്രേ ശ്രീകൃഷ്ണ ചരിതാനുവർണ്ണനം നാമ നവതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇത് ദശമസ്കന്ധ ഉത്തരാർദ്ധം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ അധ്യായത്തിൽ ഭഗവാന്റെ വംശത്തെക്കുറിച്ചും ഭഗവാനോടുള്ള ഭാര്യമാരുടെ പ്രിയത്തെക്കുറിച്ചും ഒക്കെയാണ് പരാമർശിച്ച് യദുകുല സംഗ്രഹം അടുത്ത ഏകാദശി സ്കന്ധത്തിൽ അടുത്ത അധ്യായത്തിലാണ് പരാമർശിക്കുന്നത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീമദ് ഭാഗവത കീർത്തനത്തോടുകൂടി ഭാഗവത പാരായണം ഭഗവാന്റെ തൽക്കാലത്തിൽ സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീര ദേവാ ജയ ജയ ഭാഗവത. ദുദിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവജന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത. പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത
देवा जय जय भागवता जय जय राधा कृष्ण स्वरूप जय जय भागवता देवा जय जय भागवता देवा जय जय भागवता सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद ओम नमो भगवते वासुदेवाय ओम श्री कृष्ण परमात्मने नमः ओम तत्सत्य കുറച്ച് നെയ്യാക്കോ നെയ്യ് വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാലത്തെ സമർപ്പിക്കുകയാണ്. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാഗം. ഓം തത്സത് വിദം ശംവിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗത്